കോഴിക്കോട് മേത്തോട്ട് താഴത്ത് ആയിട്ട് ബന്ധപ്പെട്ടൊരു വാർത്തയാണിത്. കഴിഞ്ഞ ദിവസം രാത്രി ഉണ്ടായ അർജുൻ അതിശക്തമായ ചുഴലിക്കാറ്റിൽ വ്യാപക നാശനഷ്ടം. വീടിന് മുകളിലേക്ക് തെങ്ങ് മുറിഞ്ഞ് വീണ് വീട് പൂർണ്ണമായും തകർന്നു. മേത്തോട്ട് താഴത്താണ് സംഭവം. അപ്പം വീടിൻ്റെ മതിൽ തകർന്ന് വീഴുകയും ചെയ്തു കേട്ടോ. മതിലൊക്കെ തകർന്നു പോയി. വൈദ്യുതി പോസ്റ്റ് തകർന്നതിനെ തുടർന്ന് പ്രദേശത്തേക്കുള്ള വൈദ്യുതി ബന്ധവും താറുമാറായി. ഇപ്പം മഴ ഇനിയും കനക്കും എന്നാണ് നമുക്ക് കാലാവസ്ഥാ വകുപ്പിൽ നിന്നും കിട്ടിയ വിവരം. അതിൻ്റെ ഒരു വാർത്ത അടുത്ത മിനിറ്റിൽ ഞങ്ങൾ നിങ്ങളെ അറിയിക്കും. ഏതായാലും മഴക്കാലം ഇനിയും തുടരും. അപ്പം ജാഗ്രത പാലിക്കുക എന്ന് മാത്രം ആണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. ഏതായാലും അർജുൻ PCR എന്ന വിഷ്വൽ തിരിച്ചു വന്നതിന് ശേഷം ബാക്കി വിശേഷങ്ങൾ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാം. ദൃശ്യത്തിൽ നോക്കുക, വീട് തകർന്നിട്ടുണ്ട്. മേത്തോട് താഴത്താണ് സംഭവം. അപ്പോൾ ഇത് കനത്ത മഴയെ തുടർന്ന് ചുഴലിക്കാറ്റ്, കനത്ത മഴയോടൊപ്പം അതിശക്തമായ ചുഴലിക്കാറ്റ് വന്നിട്ടാണ് ആ മേത്തോട് താഴത്തൊരു വീടിന് മുകളിലേക്ക്. അതിൻ്റെ പൂർണ്ണ വിവരങ്ങളൊക്കെ വരും ബുള്ളറ്റിനുകളൊക്കെ ഞങ്ങളെ അറിയിച്ചുകൊണ്ടിരിക്കും. മേത്തോട് താഴത്ത് കനത്ത മഴയിലും ചുഴലിക്കാറ്റിലും സംഭവിച്ച ഒരു വീട് തകർന്നൊരു ദൃശ്യമാണ് ഞങ്ങൾ കാണിച്ചത്. അതിനനുബന്ധമായിട്ട് ഇപ്പം അഭിജിത മറ്റൊരു വിവരം നൽകും. കോഴിക്കോട് ജില്ലയിലടക്കം കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ട്. അഭിജിത, മഴ കോഴിക്കോട് ജില്ലയിൽ തുടർന്നോളൂ. രാജേഷ്, സംസ്ഥാനത്ത് ഇന്നും പരക്കെ മഴയ്ക്ക് സാധ്യത എന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. നമ്മുടെ കോഴിക്കോട് ജില്ലയിൽ യെല്ലോ അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഏകദേശം 5 ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ ജാഗ്രത പുലർത്തേണ്ട ഒരു സ്ഥിതിയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങുന്നത്. കേരള തീരത്ത് ഉയർന്ന തിരമാലകൾക്കും കടൽക്ഷോഭത്തിനും സാധ്യതയുള്ളതിനാൽ കടലിൽ പോകുന്ന മത്സ്യത്തൊഴിലാളികളോട് ജാഗ്രതാ നിർദ്ദേശം പാലിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ കണ്ണൂർ തീരപ്രദേശങ്ങളിൽ പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം വേണം എന്ന ഒരു റിപ്പോർട്ട് കൂടി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ റിപ്പോർട്ടിൽ ഉന്നയിക്കുന്നു. കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. തെക്കൻ ഗുജറാത്ത് തീരം മുതൽ വടക്കൻ കേരളം വരെ നിലനിൽക്കുന്ന ന്യൂനമർദ്ദപാത്തിയും സജീവമായി തുടരുന്ന മൺസൂൺ പാത്തിയുമാണ് മഴ തുടരാനുള്ള കാരണമായിട്ട് ഇപ്പോൾ പറയുന്നത്. അതേസമയം കോഴിക്കോട്ട് മേത്തോട്ട് താഴം ഭാഗങ്ങളിൽ കഴിഞ്ഞ ദിവസത്തെ ചുഴലിക്കാറ്റിൽ ശക്തമായ ചുഴലിക്കാറ്റിൽ വ്യാപക നാശനഷ്ടമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. വീടുകളുടെ മേലേക്ക് തെങ്ങ് മുറിഞ്ഞു വീണും അതുപോലെ തന്നെ വീടിന് മേലെ പാകിയ ഷീറ്റുകൾ കാറ്റിൽ പറന്നു പോകുന്ന ഒരു സ്ഥിതിയുമുണ്ടായി. വീടിന്റെ മതിലുകൾ തകരുകയും വലിയൊരു നാശനഷ്ടമാണ് ഈ ഭാഗങ്ങളിൽ ഉണ്ടായിരിക്കുന്നത്. എന്നാൽ മറ്റു മേഖലകളിലേക്ക് ഇത്തരം നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ചെറിയ ഭാഗങ്ങളിൽ മാത്രമാണ് ഇത്തരം ചുഴലിക്കാറ്റിൽ വ്യാപക നാശം സംഭവിച്ചിരിക്കുന്നത്. ഇത് ആദ്യമായിട്ടാണ് മേത്തോട് താഴം പ്രദേശത്ത് ഇത്തരത്തിലൊരു നാശനഷ്ടം സംഭവിക്കുന്നത്, അല്ലെ ഇത്തരത്തിലൊരു ചുഴലിക്കാറ്റ് വീശുന്നത് എന്നാണ് അവിടെ നിന്നും പ്രദേശവാസികൾ നൽകുന്ന വിവരം. എന്നിരുന്നാലും വലിയ രീതിയിൽ എല്ലാ വീടുകൾക്കും വലിയ രീതിയിലുള്ള കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. അവിടേക്ക് കൗൺസിലറും അതുപോലെ തന്നെ വില്ലേജ് ഓഫീസറും സ്ഥലം സന്ദർശിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിട്ടുണ്ട്. പോസ്റ്റുകൾ മുറിഞ്ഞു വീണതിനെ തുടർന്ന് പ്രദേശത്തേക്കുള്ള വൈദ്യുതി ബന്ധം താറുമാറായ സ്ഥിതിയാണ്. എന്നിരുന്നാലും വലിയ രീതിയിലുള്ള മറ്റ് പരിക്കുകളൊന്നുമില്ലാതെ ആളുകൾ രക്ഷപ്പെട്ടു എന്ന് തന്നെയാണ് ശുഭ വാർത്തയായിട്ട് പുറത്തു വരുന്നത്. വലിയ രീതിയിലുള്ള മഴക്കെടുതികൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ, എന്നാൽ 2-3 ദിവസങ്ങളായി ചെറിയ വെയിലോടുകൂടിയ കാലാവസ്ഥയായിരുന്നെങ്കിൽ കൂടി മഴ ലഭിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് മാറിയിരുന്നു. എന്നാൽ വീണ്ടും കടൽക്ഷോഭത്തിലേക്കും മറ്റും മാറുന്ന ഒരു സ്ഥിതിയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങുന്നത്. രാജേഷ്, തീർച്ചയായും അഭിജിതയാണ് കോഴിക്കോട് ജില്ലയിലെ ഈ ഒരു മഴദിനത്തെക്കുറിച്ചുള്ള ഒരു വിശദാംശങ്ങൾ നൽകിയത്. നോവിൻ പെരുമഴക്കാലം എന്നൊക്കെ മാറി ഇന്ന് ആശ്വാസത്തിൻ്റെ, പ്രത്യാശയുടെ പെരുമഴക്കാലമാവട്ടെ കോഴിക്കോട്ടുകാർക്ക്. കാരണം അർജുൻ എന്ന നമ്മുടെ കൂട്ടത്തിലൊരാളുടെ ഏറ്റവും ശുഭവാർത്ത, അർജുൻ തിരികെ എത്തിയെന്ന ശുഭവാർത്തക്കായി നമുക്ക് കാത്തിരിക്കാം. വാർത്താപ്രഭാതം ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാവർക്കും ശുഭദിനം അറിയിക്കുന്നു. ഇനി 11 മണിക്ക് പുതിയ വാർത്തകളുമായി അഭിജിത നിങ്ങളുടെ അരികിലേക്കെത്തും.